ബാഗ് ഇങ്ങനെ ഇട്ടേക്കും ആ ഫ്ലൂയിഡിന് വേണ്ടി. അവിടെയൊക്കെ കയറിപ്പോവുക വലിയ പാടാണ്. പറഞ്ഞിട്ട് അമ്മ കേട്ടില്ല. അമ്മ ഉടമ്പടി എടുത്തു. അവിടെ കയറി ഈ ഫ്ലൂയിഡ് പാക്ക് ചെയ്യുന്ന ബാഗും ഒക്കെ ആയിട്ട് ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി അമ്മ അതേപോലെ പൂർത്തീകരിച്ചു. അമ്മയുടെ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെ മുഴയേ അവിടെ ഇല്ല. രണ്ടാമത് സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക്. പിന്നെ മൂന്നാമതായി ഞാൻ പ്രാർത്ഥിച്ചതിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചതാണ് എൻ്റെ മകൾ SSLCക്ക് കിട്ടേണ്ട മാർക്ക്. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഞാൻ തൈലം പുരട്ടി കൊടുക്കും, പ്രാർത്ഥിക്കും. അവളൊരു വലിയ പഠനമുള്ള ഒരാളാണെന്ന് എനിക്ക് അത്ര ഫീൽ ചെയ്തിട്ടില്ല. എന്നാലും പഠിക്കും, പക്ഷേ ഉഴപ്പിയല്ല, പക്ഷേ വലിയ ഇതിലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. എങ്കിൽ പോലും പരീക്ഷയായപ്പോൾ ആ കുട്ടി ഇരുന്ന് നന്നായി പഠിച്ചു. ആ കൊച്ചു എക്സാം എഴുതുന്ന സമയം മുഴുവൻ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഇരുന്ന് പ്രാർത്ഥിച്ചു. ആ പരീക്ഷ തുടങ്ങുമ്പോൾ മുതൽ അവസാനിക്കുന്നിടം വരെ ഞാനത് ഇങ്ങനെ യൂട്യൂബിൽ വെക്കും, ഞാൻ കൂടെ ഇരിക്കും, പ്രാർത്ഥിക്കും. എൻ്റെ മോക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ എത്ര ആ മാർക്ക് എഴുതി,